എടേ പങ്കജാഷ, എന്തരണ്ണ നമ്മുടെ ജീവകാരുണ്യ ട്രസ്റ്റിന്റെ വാർഷിക യോഗത്തിന് വരാതെ നീ എങ്ങോട്ടടേ മുങ്ങിയത്? അത് പിന്നെ അണ്ണ, ബാക്കി കമ്മിറ്റി അംഗങ്ങൾ എല്ലാരും ഉണ്ടായിരുന്നു. എന്ത് പറയാനെണ്ണ, ഇങ്ങനെ പോയാ ആരും എവിടെയും സമയത്തെത്തി കാര്യങ്ങൾ നടക്കൂല. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അണ്ണ ഞാൻ പറയുന്നെന്ന് കേക്ക്. എന്റെ ഭാര്യ ഉണ്ടല്ലോ, ഭാര്യ ലക്ഷ്യക്കുട്ടി, അവക്കെന്ത് പറ്റി? അവക്കൊന്നും പറ്റിയില്ല. അവളുടെ വകയിലൊരമ്മാവന്റെ 16 അടിയന്തരത്തിന് പോണോന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു? ഓഹോ, ചടങ്ങ് കഴിഞ്ഞ് വൈകുന്നേരം നീ മീറ്റിങ്ങിന് എത്തുമെന്നും പറഞ്ഞു. ആന്നേ, ഇന്നലെ ആയിരുന്നല്ലോ ചടങ്ങ്. സമയത്ത് ചെന്ന് കേറണ്ടെന്ന് വിചാരിച്ച് തലേ ദിവസം ഉച്ചയ്ക്ക് തന്നെ ഇവിടെ നിന്ന് അങ്ങ് തിരിച്ച്. മാത്രമല്ല, കുറെ ദൂരം ഉണ്ടല്ലോ. അപ്പൊ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയേ ഉള്ളൂ എന്ന് പറയാൻ തുടങ്ങുമായിരിക്കും. വൈകിയ സ്ഥിതിക്ക് ഇനി വൈകിട്ടുള്ള പരിപാടി എന്തെന്ന് ആലോചിച്ചാ മതിയല്ലോ. അതല്ലേ പറഞ്ഞു വരുന്നത്. അണ്ണാ, ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോ പെട്ടെന്ന് വഴിയിൽ ഞങ്ങളുടെ കാറിനെ തടഞ്ഞുകൊണ്ട് കുറെ പേര് മുന്നില് ഏതോ ഘോഷയാത്രയും മേളവും റോഡ് നിറഞ്ഞങ്ങനെ വരുവാ. കംപ്ലീറ്റ് ബ്ലോക്ക് ആയി കാണും. അത് എന്നണ്ണ, കുറച്ച് കഴിഞ്ഞ് വണ്ടി വിടുമെന്ന് വിചാരിച്ച് എവിടെ നേരം കുറെ കഴിഞ്ഞിട്ടും തീരുന്ന മട്ടില്ലണ്ണ. റോഡിലാണെങ്കിൽ വാഹനങ്ങളുടെ നീണ്ട നേരം. അത്ര തന്നെ. രക്ഷയില്ലാതായപ്പം ഞാൻ പതുക്കെ കാറിൽ നിന്ന് പുറത്തിറങ്ങി. ഈ ആഘോഷ കമ്മിറ്റിക്കാരുടെ മട്ടും മാതിരിയൊക്കെ കണ്ടാ തോന്നും റോഡ് മൊത്തം അവന്മാർക്ക് തീരെഴുതി കൊടുത്തിരിക്കുകയാണെന്ന്. ഒരാളിനോട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഇതെപ്പ തീരുമെന്ന്. ഇത് തീരാൻ കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും എടുക്കും, നിങ്ങൾ വേണമെങ്കിൽ വേറെ വഴിക്ക് പോയിക്കോളാൻ അദ്ദേഹത്തിൻ്റെ ഒരു അറിയിപ്പ്. അത് കൊള്ളാല്ല, വഴിമുടക്കിയ ആഘോഷം. അതായത് നിങ്ങളെപ്പോ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന്. അങ്ങനെയല്ലേ പങ്കജാഷ? അണ്ണാ, എന്റെ ഉള്ളം കാലിന്ന് ഉച്ചം തലവരെ ഒരരിശം ഇങ്ങനെ അരിച്ചു കയറി വന്നു. അണ്ണനാണ് എന്റെ അണ്ണ. അവന്റെ മുഖത്ത് നോക്കി നമ്മുടെ ലാലേട്ടന്റെ ഒരു ഡയലോഗ് പറയണമെന്ന് എനിക്ക് തോന്നി. അതേത് ഡയലോഗ്? നിങ്ങൾക്കത് അറിഞ്ഞൂടെ? വഴിന്ന് മാറടാ മുണ്ടക്കൽ ശേഖരന്മാരേന്ന്. പറയാഞ്ഞത് ഭാഗ്യം. അതുകൊണ്ട് നിന്നെ ഈ രൂപത്തിൽ കാണാൻ പറ്റി. ഇങ്ങോട്ട് നോക്ക്, ദിവസം തോറും ഓടി വരുന്ന വണ്ടികളുടെ എണ്ണവുമായി തട്ടിച്ചു നോക്കുമ്പം ചെറിയ റോഡുകളാണ് നമ്മളെ നാട്ടിലുള്ളത്. വെറുതെ ഇറങ്ങി നിന്നാൽ മതി പോക്കുവരവുകളെല്ലാം സ്തംഭിക്കാൻ. അതിൻ്റെ കൂടെ ഈ ജാഥയും ഘോഷയാത്രയും ശക്തിപ്രകടനവും ഒക്കെ കൂടെ ആയാലുള്ള കാര്യം പറയാനുണ്ടോ? ജോലിക്ക് പോകുന്നവരും ആശുപത്രിയിൽ പോകുന്നവരും മരിപ്പിന് പോണവരും അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളും വേവലാതികളുമായിട്ടാണ് ഓരോരുത്തരും റോഡിലോട്ട് ഇറങ്ങുന്നത്. തന്നെ അവരെയൊക്കെ ഇങ്ങനെ വഴിയിൽ തടഞ്ഞിട്ട അതെന്തിൻ്റെ പേരിലായാലും ജനദ്രോഹമെന്നല്ലാതെ ഇതിനെന്ത് വിളിക്കണമെന്ന് എനിക്കറിഞ്ഞൂടേ. നമുക്കുണ്ടല്ലോ ജീവകാരുണ്യ പ്രവർത്തനം, എന്ത് പറയാനൊക്കെ ഉണ്ട്. എന്നിട്ട് എന്തായടേ, നിങ്ങൾ വേറെ വഴിക്ക് പോയാ അവിടെ തന്നെ കാത്തുകെട്ടി കിടന്നോ? അണ്ണാ, അതിന് വണ്ടി 1 ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് അനക്കാൻ പറ്റിയിട്ട് വേണ്ടേ? എന്ത് ചെയ്യാനെന്ന് പിടികിട്ടാതിരുന്നപ്പോ ഉണ്ട് നിലവിളിച്ചോണ്ട് ഇതിനിടയിലോട്ട് പാഞ്ഞു വരുന്നു. ആര്? ആംബുലൻസ്. അവനെയോ അങ്ങനെ അങ്ങ് വിടാൻ ഭാവമില്ല ആഘോഷച്ചേട്ടന്മാർക്ക്. തിരക്കിനിടയിൽ കൂടെ മുമ്പോട്ട് പോവാൻ നോക്കിയപ്പം ആംബുലൻസിന്റെ മേലെ ഇടി തൊഴി. ആ ഡ്രൈവർ പയ്യനെ കൈകാര്യം ചെയ്യുമെന്ന് പോലും തോന്നി. ഒടുക്കം ആരൊക്കെയോ ഇടപെട്ട് ചാഞ്ഞും ചരിഞ്ഞും തിരിഞ്ഞും അതൊരു പാച്ചില്. അതിനകത്തെ രോഗിയുടെ അവസ്ഥ എന്തായോ ദൈവമേ. ഞങ്ങളുടെ ഡ്രൈവറും കിട്ടിയ തക്കത്തിന് ഏതോ റോഡിൽ കൂടെ വണ്ടി തിരിച്ചു വിട്ട് കണ്ടവും കാടും മേടും ഒക്കെ താണ്ടി പാതിര ആയപ്പം മരണ വീട്ടിലെത്തി. വയസ്സായ അമ്മയും അച്ഛനും ആകെ അവശരായി. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഏർപ്പാടെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങിയതും അല്പം വൈകിട്ടാ. പിന്നല്ലാതെ. അതാ ആകെ മൊത്തം വൈകിപ്പോയത്. കയ്യൂക്കൊള്ളവൻ കാര്യക്കാരനാകുമ്പം സാധാരണക്കാരന്റെ ജീവിതം ഗതിമുട്ടും. അതാണ് പണ്ടുള്ളവർ പറഞ്ഞു വെച്ചത്, ഓരോന്നിനും അതിൻ്റെതായ സ്ഥാനമുണ്ടെന്ന്. പിന്നണിയിൽ രാജ്മോഹൻ കുവളശ്ശേരി, ബിജു കല്ലുവാതുക്കൽ, രചന രാജ്മോഹൻ കുവളശ്ശേരി.